ഈ 2 വർഷങ്ങൾ തമ്മിൽ വലിയൊരു കൗതുകമുണ്ട്. 2009 അങ്ങ് നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ അവിടെ അപ്പമരവണ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CK ഗുപ്തൻ അവിടെ നിന്ന് രാജിവെച്ചു പോവുകയും ഹൈക്കോടതി നേരിട്ടിടപെടുകയും കെ ജയകുമാറിനെ അവിടുത്തെ ചീഫ് ദേവസ്വം കമ്മീഷണറായി അപ്പോയിന്റ് ചെയ്യുകയും ആക്ടിംഗ് പ്രസിഡന്റായും അപ്പോയിന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കാലം. അതായത് ശബരിമലയിൽ ഇതിലും വലിയ കലാപം നടക്കുന്ന ഒരു സമയത്താണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആദ്യ കൊള്ള 2009. 2019 സമാനമായ രീതിയിൽ ശബരിമലയിൽ അതിനേക്കാൾ വലിയ കലാപം നടക്കുന്ന സമയത്താണ് രണ്ടാമത്തെ കൊള്ള എന്ന് പറയുന്നത്. അതായത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിനെയൊക്കെ പിൻപറ്റി കൊള്ള നടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രണ്ടാമത്തെ കൊള്ള നടക്കുന്നത് പ്രളയം, കോവിഡ് ആ സമയത്താണ്. ആ സമയത്തൊന്നും ശബരിമലയിലേക്കൊന്നും ആളുകൾ പോകുന്നില്ല, ആളുകളും പോകുന്നില്ല, ഉദ്യോഗസ്ഥരും പോകുന്നില്ല, കാര്യമായ ശ്രദ്ധയൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞു, ഭരണാധികാരിയുടെ ശ്രദ്ധ കുറഞ്ഞ സമയത്താണ് ഈ കൊള്ള നടന്നത്. അതേപോലെ തന്നെയാണ് 2009 വലിയ വിവാദമായിരുന്നല്ലോ അത്. ആ കേസുകളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇനി താങ്ങുപീഠങ്ങളുടെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ശബരിമല അയ്യപ്പ സംഘവുമായിട്ടുള്ള വിവാദത്തിലേക്ക് അത് വന്നതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനൊക്കെ മുൻപ് തന്നെ കോടതി അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുകയും ചെയ്ത സമയത്താണ് പീഠമടക്കമുള്ള കാര്യങ്ങൾ, അതായത് 4 കിലോ സ്വർണം കാണുന്നില്ല എന്ന് കോടതി പറഞ്ഞ സമയത്ത് ഈ പറയുന്ന അതിന് ബാധ്യസ്ഥരായവർ ആരാണോ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പീഠം ദാ ഇവിടെ ഉണ്ട് കേട്ടോ, 4 കിലോ ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് ബോധിപ്പിക്കാനാണ് അന്ന് ഈ പറയുന്ന പോറ്റി രംഗത്ത് വന്നത് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ തുടർച്ചയിൽ മനസ്സിലാകുന്ന കാര്യം. കോമൺ സെൻസിൽ അങ്ങ് തുടർന്നോളൂ. മാധു, അതിനേക്കാട്ടിൽ പ്രധാനപ്പെട്ടൊരു കാര്യം അന്ന് പോറ്റി പറഞ്ഞു. ആ താങ്ങുപീഠം, ഞങ്ങൾ പണിഞ്ഞുകൊണ്ടുവന്ന താങ്ങുപീഠം, അതായത് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് പണിഞ്ഞുകൊണ്ടുവന്ന താങ്ങുപീഠം അളവ് ശരിയായില്ല. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ദേവസ്വം ബോർഡ് ഭാരവാഹികളോട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതേപോലൊരു താങ്ങുപീഠം ആറന്മുള സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നുണ്ടെന്ന് ഒരു വെളിപ്പെടുത്തലാണ്, പോറ്റിയുടെ വെളിപ്പെടുത്തലാണെന്ന് ആലോചിക്കുക. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഇതേപോലൊരു താങ്ങുപീഠം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തിരുവാഭരണം കമ്മീഷണർക്ക് മാത്രം കടന്നു ചെല്ലാവുന്നതും ശബരിമലയിലെ ഏറ്റവും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കളാണ് ആ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നത്. അവിടെ പോറ്റി കയറിയിട്ടുണ്ടാകും. പറയാൻ കഴിയുന്നത് അവിടെ ഒരു താങ്ങുപീഠം ഇരിപ്പുണ്ടെന്ന് പറയാൻ കഴിയുന്നത്? അതെ, അതിൻ്റെ കൃത്യമായ അളവും കണക്ക് വരെ പോറ്റി പറയുകയും ചെയ്തു. ഇപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ അമിക്കസ് ക്യൂറി അതിൻ്റെ തെളിവെടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് അതിൻ്റെ അളവുകളും പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തെളിവ് വരട്ടെ, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്മാർട്ട് ക്രിയേഷൻസ് അത്ര നിസ്സാരമായ സ്ഥാപനമല്ല കേട്ടോ. നമ്മുടെ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ നിസ്സാരമായ സ്ഥാപനമല്ല. അവരേത് മഹാരാഷ്ട്രയോ ആ ഭാഗത്തു നിന്നുള്ള ആളുകളാണ്, ഭണ്ഡാരി എന്നൊക്കെ പറയുന്നത്. ഇപ്പം 12ാം പ്രതിസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. മുഴുവൻ ദുരൂഹതയാണ്. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് എന്താണ്? കഴിഞ്ഞ ദിവസം വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? മൊത്തത്തിലുള്ള തട്ടിപ്പുകളാണ്. ഇവർക്ക് വലിയ കണക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഡൽഹിയുമായിട്ടൊക്കെ വലിയ കണക്ഷൻസ്, ഇവർക്ക് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ എന്തൊക്കെ ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ഈ അങ്ങനെയൊക്കെയുള്ള വിന്യാസങ്ങൾ ഉണ്ടാക്കുക, ലൈറ്റ് സംവിധാനങ്ങൾ ഡൽഹിയിലൊക്കെ അത്തരം വലിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ പവർഫുള്ളാണ് കേട്ടോ, വളരെ പവർഫുള്ളായൊരു ഗ്രൂപ്പാണ് അവർ. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നത്. അവസാന ഘട്ടം വരെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 2025 ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതൊരു നല്ല സ്ഥാപനമാണ്, ഇവർക്കിതിന് ശേഷിയുണ്ട് എന്നുള്ളത് അന്ന് അവസാനത്തെ പ്രസിഡന്റ് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? എന്തുകൊണ്ടാണ് അവരൊക്കെ അത്തരത്തിലേക്കുള്ള നിലപാടെടുക്കാൻ കാരണം? ഇതെല്ലാം നമ്മൾ കൂട്ടി വായിച്ച് നോക്കണം. ഇവരുടെ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് തിരുവാഭരണം കമ്മീഷണറെ കൊണ്ടാണ് 8 ദിവസം കൊണ്ട് അത് മാറ്റിച്ചെഴുതിച്ചത്. പക്ഷേ അവിടെയും മുമ്പ് ഈ പറഞ്ഞതുപോലെ 2009 2025 തമ്മിൽ വ്യത്യാസമുണ്ട്. 25 ആയപ്പോഴത്തേക്ക് 2 നിയമങ്ങൾ അവിടെ വന്നു. ദേവസ്വം മാനുവലും വന്നു, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമെന്നുള്ള നിയമങ്ങളും വന്നു. 2009 ഇതൊന്നുമില്ല. നമ്മൾ ശബരിമലയിലെ ഏത് വസ്തുക്കളും, ശബരിമല സന്നിധാനത്താണെങ്കിലും പുറത്താണെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. അത് നിയമമാണ് അവിടുത്തെ. ആ വീഡിയോ റെക്കോർഡിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 2025 അതുണ്ടായിട്ടുണ്ടോ? ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പണി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അല്ലാതെ ആ സമയത്ത് ഞങ്ങൾ 50 പവനും പിന്നെ ഒരു 3-4 ഗ്രാമും കൂടെ കൂട്ടി ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. പക്ഷേ 2009 ഒരു നിയമങ്ങളുമില്ല.
2009 നോക്കുന്നതിനോ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഒരു നിയമങ്ങളും കാര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് സർവ്വസ്വാതന്ത്ര്യമായിരുന്നു. മേഞ്ഞ് നടക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല, സന്നിധാനത്ത് മേഞ്ഞ് നടക്കുകയായിരുന്നു. അത് എന്ത് വിളക്കിക്കൊണ്ട് പോകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ആ താഴികക്കുടം നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിലുള്ള 3 താഴികക്കുടെങ്കിലും സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം മാത്രമേ നമുക്കുള്ളൂ.